ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ ബസൂക്ക. മമ്മൂട്ടി നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി GVM കോംബോ ഒരുമിക്കുന്ന ഈ മലയാളം അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമ ഫെബ്രുവരി 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ഇപ്പോഴത്തെ ആ റിലീസിൽ ഇനി മാറ്റമില്ല എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. തിയേറ്റർ ചാർട്ടിംഗ് എല്ലാം തന്നെ നടക്കുന്നു. അടുത്തത് ആസിഫ് അലി നായകനെത്തുന്ന പുതിയ സിനിമയെക്കുറിച്ചാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരിക്കുകയാണ്. സർക്യൂട്ട് എന്നാണ് ഏറ്റവും പുതിയ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. സിനിമ ഒരു ഫീൽ ഗുഡ് സിനിമയാണ് എന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. 1001 നുണകൾ എന്ന നല്ല സിനിമയുടെ സംവിധായകൻ തമർ സംവിധാനം ചെയ്യുന്ന സിനിമ ഈ വർഷം ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. 2023 വലിയ വിജയം നേടിയെടുത്ത തമിഴ് സിനിമകളിലൊന്നായ ജയിലർ എന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരുമെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണല്ലോ. നെൽസന്റെ സംവിധാനത്തിൽ രജനീകാന്ത്, ലാലേട്ടൻ എല്ലാം തന്നെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രഖ്യാപനം ഒരുപക്ഷെ നാളെ വൈകിട്ട് 6 മണിക്ക് സൺ പിക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നേക്കും. ഈ ജനുവരി മാസം അവസാനത്തോടെ നേരത്തെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്ത് ചെയ്യാൻ വിക്രം സിനിമയാണല്ലോ വീര ധീര സൂരൻ. മലയാളത്തിൽ നിന്നും സുരാജ് വെഞ്ഞാറമ്മൂട് കൂടി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഇപ്പോഴത്തെ പല വിക്രം സിനിമകളുടെ ഇതുപോലെ മാറ്റിവെച്ചിരിക്കുകയാണ്. മാർച്ച് 28-ാം തീയതിയാണ് പുതുതായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്ന റിലീസ് തീയതി. അജിത് നായകനെ എത്തുന്ന യഥാർത്ഥത്തിൽ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന തമിഴ് സിനിമയായിരുന്നല്ലോ വിടാമുയർച്ചി. സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് തീയതി ഇപ്പോഴത്തെ ലോക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം ജനുവരി 23-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ട്രെയിലർ ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനമെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്. നാളെ ജനുവരി 12-ാം തീയതി സംക്രാന്തി റിലീസായിട്ട് ഒരു തെലുഗു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. നന്ദമുരി ബാലകൃഷ്ണൻ നായകനെ എത്തുന്ന സിനിമയ്ക്ക് ഡാക്കു മഹാരാജ് എന്നാണ് പേര്. ഈ മാസം സിനിമ ബാലയ്യ സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ആടുജീവിതത്തിന് ശേഷം ഒരുപക്ഷെ പൃഥ്വിരാജിന്റെ ഒരുപാട് നാളുകളായിട്ട് ചിത്രീകരണം നടക്കുന്ന ഒരു സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. കാത്തിരിപ്പിനൊടുവിൽ സിനിമയുടെ അവസാനഘട്ട ഷെഡ്യൂളിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യ വാരങ്ങളിൽ സിനിമയുടെ മുഴുവൻ ചിത്രീകരണം പൂർത്തീകരിക്കും. ഈ 2025 വർഷം അവധിക്കാലത്ത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ലാലേട്ടനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഗോകുല മൂവീസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് മലയാളം സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ആകെ 150 ദിവസത്തെ ചിത്രീകരണമുണ്ട് എന്നും അതിൽ ലാലേട്ടന് മാത്രം 100 ദിവസത്തെ ചിത്രീകരണമുണ്ട് എന്നും ഈ വർഷം ജൂലൈ അതല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും എന്നൊരു അപ്ഡേറ്റാണ് ഏറ്റവും അവസാനമായിട്ട് സിനിമയെക്കുറിച്ച് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നു. അപ്പോൾ കാത്തിരിക്കാം. സുഷിൻ ശ്യാം സംഗീതം നൽകുന്ന ലാലേട്ടൻ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾ കേട്ട്